ബിസ്കോഫ് സ്പ്രെഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഇത് ഉണ്ടാക്കുന്നത് ലോട്ടസ് ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നല്ലൊരു കാരമലൈസ്ഡ് ബിസ്ക്കറ്റാണ്. ഇതല്ലെങ്കിൽ ജിഞ്ചർ കുക്കീസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 1-2 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. ഇതുണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ബിസ്കോഫ് ഷേക്ക് കുടിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് 250 ഗ്രാമുള്ള ഒരു പാക്കറ്റ് ലോട്ടസ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇത് മുഴുവൻ ഞാനിന്ന് സ്പ്രെഡ് ഉണ്ടാക്കുന്നില്ല. ഇതിൻ്റെ പകുതി, അതായത് 125 ഗ്രാം ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ സ്പ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്കൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്നുള്ളതൊക്കെ താഴോട്ടേക്കാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ കയ്യിലില്ലെങ്കിൽ സാധാരണ ഷുഗർ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ബട്ടർ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്തത് മതിയായിട്ടില്ല, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ബ്രെഡിലൊക്കെ പുരട്ടിയെടുക്കാൻ പാകത്തിലുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പുറത്ത് വെച്ചാലും കുറച്ച് നാളൊക്കെ കേടുകൂടാതെ ഇരിക്കും. പക്ഷെ ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ നമുക്ക് മാസങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഈ സ്പ്രെഡ് കുറച്ച് ക്രഞ്ചി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് തരിതരിയായിട്ട് പൊടിച്ചിട്ട്, അതായത് അധികം പൊടിയാതെ കുറച്ച് നുറുക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി സ്പ്രെഡ് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്കോഫ് സ്പ്രെഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രെഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്